ബോൾ ചെയ്തവരിൽ എല്ലാവരും വിക്കറ്റ് എടുത്തു എന്നുള്ളതും വേറൊരു പ്രത്യേകതയാണ്. അപ്പൊ എന്തായാലും മാച്ചിലോട്ട് വരുന്ന സമയത്ത് ഗുജറാത്ത് ആയിരുന്നു ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടക്കം പാളിയായിരുന്നു ചെറുതായിട്ട്, കാരണം ശുഭ്മൻ ഗിൽ അധികം നേരം ക്രീസിൽ നിന്നില്ല. അത് കഴിഞ്ഞ് ജോസ് ബട്ട്ലറും പെട്ടെന്ന് തന്നെ ഔട്ടായി. ശരിക്ക് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ജിടിയുടെ ആദ്യത്തെ ഒരു ടോപ്പ് ഓർഡേഴ്സിലുള്ള 3 ബാറ്റ്സ്മാൻമാരാണ് ജിടിയുടെ നട്ടൽ. അവര് പോയി കഴിഞ്ഞാൽ പിന്നീട് സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളൊരു സംഭവം നമ്മൾ എല്ലാ മാച്ചിലും ഈ ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നത് പറയുന്നതാണ്. അത് തന്നെയാണ് ഇന്നും കാണാൻ വേണ്ടി പറ്റിയത്. കാരണം ഈ 3 പേരിൽ എപ്പോഴും ഒരാൾ ഫോം ആവാറുണ്ട്. അത് ഇന്ന് സായ് സുദർശനാണ്. ചില മാച്ചിൽ ഗില്ലായിരിക്കും, ചില മാച്ചിൽ ജോസ് ബട്ട്ലർ ആയിരിക്കാം, ചില മാച്ചിൽ രണ്ടുപേര് വെച്ച് ഫോം ആവും. അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. ഇന്ന് ശരിക്കും സായ് സുദർശനും വാഷിംഗ്ടൺ സുന്ദറും അതിനുശേഷം ഇറങ്ങി, അതും ബട്ട്ലർ ഔട്ടായതിനു ശേഷം അല്ല ഇറങ്ങിയത്, സിന്ധു ഇറങ്ങിയതിന് ശേഷമാണ് വാഷിംഗ്ടൺ സുന്ദർ ഇറങ്ങിയത്. ഇന്നത്തെ മാച്ചിന്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് ശരിക്കും സിന്ധു ആണെങ്കിലും ബാറ്റ് ചെയ്തത്. 14 ബോളിൽ 22 റൺസാണ് എടുത്തത്. 3 4 ഒരു 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ ഒരു കളി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം സായ് സുദർശൻ നമുക്ക് ഓൾറെഡി അറിയാം, നല്ല ഇൻഫോം ബാറ്റ്സ്മാൻ ആണ്. അപ്പൊ ആള് എന്തായാലും കളിക്കുന്നതാണ്. പക്ഷെ സിന്ധുവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു സപ്പോർട്ട് കൊടുത്ത് ഒരു ചെറിയൊരു പാർട്ട്ണർഷിപ്പ് തന്നെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സിന്ധു പോകുന്ന സമയത്ത് 64 3 എന്നുള്ളൊരു സ്റ്റേജിൽ നിന്ന് പിന്നീട് 124 റൺസ് വരെ അവരൊരു ഗംഭീര പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. നമ്മളെ വാഷിംഗ്ടൺ സുന്ദറും അതുപോലെ സായ് സുദർശനും രണ്ടുപേരും പൊളിയായിട്ട് കളിച്ചു. അതായത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അടിക്കേണ്ട സമയത്തൊക്കെ അടിച്ച്, ഒരു ആങ്കർ ഇന്നിങ്സ് രണ്ടുപേരും എടുക്കേണ്ട സ്ഥലത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ കളിച്ചിട്ട് പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോയെന്നുള്ളത് കിഡിലൻ പ്ലേ ആയിരുന്നു. അങ്ങനെ 124 ടീം എത്തുന്ന സമയത്ത് സായ് സുദർശനാണ് ഔട്ടായത്. 44 ബോളിൽ 61 റൺസാണ് ആളെടുത്തത്. 5 4 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇന്നിങ്സിന്റെ ബാറ്റിംഗ് ഏകദേശം കഴിയാനാകുമ്പോഴാണ് വാഷിംഗ്ടൺ സുന്ദർ ഔട്ടാണത്. 33 ബോളിൽ 50 റൺസാണ് എടുത്തത്. അതിൽ 7 4 ഒരു 6 ഉണ്ടായിരുന്നുള്ളൂ. അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും 7 4, അതായത് ആ ഒരു ക്ലാസ് ആയിട്ടുള്ള ബാറ്റിംഗ് ആണ് വാഷിംഗ്ടൺ സുന്ദറും ഇന്ന് കാഴ്ചവെച്ചത്. കാരണം ബൗണ്ടറീസിലാണ് കൂടുതൽ ശ്രദ്ധ പുലർത്തി കേട്ടോ. മറ്റേ വെറുതെ പൊക്കിയടിച്ച് വേഗം ഔട്ട് ആവുന്നതല്ല, വിക്കറ്റ് കളയാണ്ട് എങ്ങനെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് സ്കോർ എങ്ങനെ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു സ്കോറിലോട്ട് എത്തിക്കാം എന്നുള്ളത് വാഷിംഗ്ടൺ സുന്ദറും സായ് സുദർശനും ഇന്ന് കാണിച്ചു. എസ്ആർഎച്ചിന്റെ ബൗളിംഗ് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്നത്തെയും പോലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള പാറ്റ് കമിൻസ്, അവരുടെ ക്യാപ്റ്റൻ തന്നെയാണ് എപ്പോഴും അടിപൊളിയായിട്ട് ബോൾ ചെയ്യാറുള്ളത്. ഇന്നും ആ ഒരു പതിവ് തെറ്റിച്ചില്ല. 4 ഓവറിൽ 20 റൺസ് കൊടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാലും ശരിക്കും കഴിഞ്ഞ മാച്ചിലൊക്കെ, അതായത് ഫസ്റ്റ് മാച്ചിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് പിന്നീട് ഉള്ള മാച്ചസിലൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ബോളർ ആയിരുന്നു ശരിക്കും പ്രഫുൽ ഹിങ്കെ. പക്ഷെ ഇന്ന് ആളുടെ ഒരു ഗംഭീര കംബാക്ക് ആയിരുന്നു. 3 ഓവറിൽ വെറും 17 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ 2 വിക്കറ്റും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്കറ്റാണ്. കാരണം ശുഭ്മൻ ഗില്ലും ജോസ് ബട്ട്ലർ ആയിരുന്നു ആളുടെ വിക്കറ്റിൽ കുടുങ്ങിയത്. അതുപോലെ തന്നെ നമ്മുടെ ഷാക്കിബ് ഹുസൈനും അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഓവറിൽ 37 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാച്ചിലേക്ക് അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയിട്ട് ബോൾ ചെയ്തിട്ടുള്ള നമ്മുടെ നിതീഷ് കുമാർ റെഡ്ഡി അത്യാവശ്യം അടിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ആൾ ബോൾ ചെയ്തത്. 3 ഓവറിൽ 27 റൺസ് കൊടുത്ത് വിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ശിവാങ് കുമാർ 2 ഓവറിൽ 19 റൺസ് കൊടുത്ത് വിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരുവിധം എല്ലാ മാച്ചിലും കൺസിസ്റ്റന്റ് ആയിട്ട് വിക്കറ്റുകൾ എടുത്തും അതുപോലെ തന്നെ അത്യാവശ്യം എക്കണോമിയിലും ബോൾ ചെയ്തിട്ടുള്ള നമ്മുടെ ഇഷാൻ മലിംഗ ഇന്ന് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. 4 ഓവറിൽ 46 റൺസ് കൊടുത്തു, പക്ഷെ വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു.